യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസം പ്രത്യേകമായി നാം മരിച്ചുപോയ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ. നാം ഓരോരുത്തരും മരിച്ചുപോയ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അവർക്ക് വിശുദ്ധ കുർബാനകൾ ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സത്യ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാത്ത ഒരുപാട് ആത്മാക്കളുണ്ട്. അവരെല്ലാവരും ശുദ്ധീകരണ സ്ഥലത്തിലെ കൊടും ചൂടിൽ, കൊടും അഗ്നിയിൽ വെന്തുരുകുമ്പോൾ അവർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈശോനാഥൻ വിശുദ്ധ ജത്രൂദ് വഴി നൽകിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ആ ഒരു പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1000 ആത്മാക്കൾ വരെ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് ഈശോ കൊടുത്ത വാഗ്ദാനം. അതിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സഭ പ്രത്യേകമായി അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥന കൂടിയാണത്. അതിനാൽ നമുക്ക് ആ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സത്യ ആത്മാക്കൾക്ക് എല്ലാവർക്കും പരദീസ സ്വന്തമാക്കാൻ സഹായിക്കാം. നാം ചൊല്ലുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ 33 തലമുറ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധ കുർബാനയുടെ വലിയൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ സ്വർഗം ലഭിക്കുന്ന വലിയൊരു മാർഗമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ ഓരോ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മറക്കാതെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വിശുദ്ധ കുർബാന നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചൊല്ലുന്ന വിശുദ്ധ കുർബാനയാണ് മരിച്ച് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത്. അതിനാൽ നമുക്ക് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കാം. നമ്മുടെ മരണസമയത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതിനാൽ തന്നെ ഓരോ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടിയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാത്ത ശുദ്ധീകരണ സത്യരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.